വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗം. നമുക്ക് ആവശ്യമായതെല്ലാം നൽകുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവമെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനഭാഗമാണിത്. എല്ലാം അറിയുകയും എല്ലാം ചെയ്യുവാൻ കഴിവുള്ളവനുമായ ദൈവം ഇവിടെ പത്രോസിനെ മീൻ പിടിക്കുവാനും അതും വായിൽ 4 ദ്രാഗ്മയുള്ള മീൻ പിടിക്കുവാനും നികുതി അടയ്ക്കുവാനും ഒക്കെ നിർദ്ദേശിക്കുകയാണ്. നമുക്ക് ആയിരിക്കുന്നത് എത്ര ബുദ്ധിമുട്ടേറിയതും കഠിനവുമായ സാഹചര്യവുമായിക്കൊള്ളട്ടെ, ദൈവം എപ്പോഴും നമ്മെ അതിൽ നിന്ന് കരകയറ്റുവാൻ കഴിവുള്ളവനാണ്. ദേവാലയ നികുതി പിരിക്കുന്നവരോട് ഈശോയും നികുതി നൽകുന്ന ആളാണ് എന്ന് പത്രോസ് പറയുന്നു. അതറിഞ്ഞുകൊണ്ടാണ് യേശു പത്രോസിനോട് എങ്ങനെയാണ് നികുതിക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തേണ്ടതെന്ന് നിർദ്ദേശിക്കുകയാണ്. പത്രോസ് പിടിക്കുന്ന മത്സ്യത്തിൻ്റെ വായിൽ 4 ദ്രാഗ്മയുടെ നാണയമുണ്ടാകും. നാം ഇത് പഴയ ഗ്രീക്ക് ബൈബിളിൽ വായിക്കുന്നുമുണ്ട്. ദേവാലയം പരിപാലിക്കുവാനുള്ള യഹൂദ നികുതി ഒരാൾക്ക് 2 ദ്രാഗ്മയാണ്. ഈശോയ്ക്കും പത്രോസിനും കൂടെ 4 ദ്രാഗ്മ. ഈശോ ഇവിടെ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ പാലിക്കുന്ന വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് സമൂഹം എന്നത് പ്രാധാന്യം കുറഞ്ഞതോ അനന്യമോ ആയ സംജ്ഞയല്ല. നാം എല്ലാവരും കൂടിച്ചേരുമ്പോഴാണ് സമൂഹം രൂപം കൊള്ളുക. ക്രിയാത്മകമായി ഇടപെടുമ്പോൾ സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. നമ്മുടെ സമൂഹം കൂടുതൽ നന്മയുള്ളതാകുവാൻ ഞാൻ എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നൊരു ധ്യാനമുണ്ടാവണം. ഞാൻ സമൂഹ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവനാണോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈശോ ഇവിടെ ഈ കാര്യം ഒരു തർക്കത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നൊന്നുമില്ല കേട്ടോ. യഹൂദ അധികാരികളെ ഒരു തരത്തിലും പ്രകോപിപ്പിക്കുവാനോ വെല്ലുവിളിക്കുവാനോ ഈശോ താല്പര്യപ്പെടുന്നുമില്ല. നിയമമനുസരിക്കുവാനുള്ള യേശുവിൻ്റെ സന്നദ്ധത നമുക്കിവിടെ ദൃശ്യമാണ്. സ്നേഹമുള്ളവരെ, ശാന്തത സൂക്ഷിക്കുക എന്നതും അനാവശ്യമായ സ്പർദ്ധകൾ അവഗണിക്കുന്നതും സമാധാനകാംക്ഷികളായ മനുഷ്യരുടെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളൊക്കെ എങ്ങനെയാണ് പെരുമാറുക? നാമൊക്കെ വൈകാരികമായി പ്രതികരിക്കുകയും അനാവശ്യമായ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നവരാണോ? ചുറ്റുവട്ടങ്ങൾക്ക് നാം ആരും ഒരു ഇടർച്ചയ്ക്ക് കാരണമാവാതിരിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് നല്ല ദൈവത്തോട് ഇന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.